ഗൈസ്, ഇത് ഹെവി ലൈസൻസ് എടുക്കാൻ വേണ്ടി ടി വരക്കുന്നത് എങ്ങനെയാണെന്ന് കാണുന്നത്. എങ്ങനെയാണ് ഹെവി ലൈസൻസ് ടി വരയ്ക്കുക, അതാണ് ഇപ്പം ഇന്ന് നമ്മുടെ ഈ വീഡിയോയിൽ കാണിക്കുന്നത് കേട്ടോ. ഓരോ സ്റ്റെപ്പും കൃത്യമായി ശ്രദ്ധിക്കുക. അപ്പോൾ ടി എങ്ങനെ വരയ്ക്കണം നമുക്ക് മനസ്സിലാക്കും. ഇങ്ങനെ ടി വരച്ചാലാണ് നമ്മൾ ഹെവി ലൈസൻസ് നമുക്ക് കിട്ടുക. ടെസ്റ്റ് പാസ്സാകണം. ടി വരയ്ക്കുമ്പോൾ കുറേ കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. അത് ഞാൻ അടുത്ത വീഡിയോയിൽ പറയുന്നതാണ്. ഇതാണിപ്പോൾ ഒരു ടി വരക്കണത് ഉണ്ടോ. ഇപ്പം ബസ് കൊണ്ട് ഒരു ടി ഒരാൾ വരച്ചു. അപ്പോൾ ഇദ്ദേഹം കറക്റ്റ് കമ്പികളിൽ എല്ലാ സ്ഥലവും 10 കമ്പിയുണ്ട്. 10 കമ്പിയിലും തട്ടാതെ കൃത്യമായി വണ്ടി ഇതേപോലെ റിവേഴ്സ് എടുത്ത് ലാസ്റ്റിങ് വെച്ചാൽ ടെസ്റ്റ് പൂർത്തിയായി. ഇതിപ്പോൾ ട്രയലാണ് ഇവിടെ നമ്മൾ നടത്തുന്നത്. അപ്പോൾ അത് ഗ്രൗണ്ടിൽ ചെറിയ സ്പേസ് കുറവുള്ളതുകൊണ്ട് ഇങ്ങനെ ഉണ്ട്. ഇല്ലെങ്കിൽ ആ ബേക്കത്തെ കമ്പീൻ്റെ പൂർണ്ണമായിട്ടും വണ്ടി എന്താക്കണം ബേക്കോട്ട് റിവേഴ്സ് വെക്കണം. അതുപോലെ തന്നെ എല്ലാ സൈഡും അങ്ങനെ തന്നെയാണ്. പൂർണ്ണമായിട്ടും അവിടെയുള്ള കമ്പികളുടെ മുന്നിലായിട്ട് വണ്ടി നിർത്തണം. ഇനി അതുപോലെ റിവേഴ്സ് പിന്നെ റിട്ടേൺ നിന്ന് എവിടെ നിന്നാണോ വണ്ടി എടുത്ത് അവിടേക്ക് റിവേഴ്സ് വരിക. അത് ചെറുങ്ങനെ തെറ്റിയിട്ടുണ്ട് റിവേഴ്സ്. അപ്പോൾ ബേക്കിലുള്ള ആ കമ്പിമ തട്ടാൻ പാടില്ല. അദ്ദേഹം ഓടിച്ചത് ശരിയില്ലായിരുന്നു. സ്റ്റിയറിങ് അദ്ദേഹം ലെവലാക്കാത്തത് കൊണ്ടാണ് അങ്ങനെ പറ്റിയത്. അപ്പോൾ ഓടിക്കുമ്പോൾ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. വലത് സൈഡ് കൂട്ടിയിട്ടാണ് ഇടത്തോട്ട് ഒടിക്കേണ്ടത്. എന്നാൽ കമ്പിമ തട്ടാണ്ട് ലെവലായിട്ട് കിട്ടും. ഹെവി വാഹനങ്ങളൊക്കെ നമ്മൾ ഓടിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട. അങ്ങനെ കുറച്ചും കൂടി വൈഡായിട്ട് ഓടിച്ചാൽ നമുക്ക് കറക്റ്റ് കിട്ടും. ഇല്ലെങ്കിൽ പാളിപ്പോവും. കണ്ടോ.
കണ്ട കമ്പി തട്ടി കമ്പി വീണു. കമ്പി അവിടെ വീണു. ഇപ്പോൾ ബേക്കത്തെ കമ്പിയും തട്ടു. കമ്പി കമ്പി വീണതിൻ്റെ സിഗ്നലാണ് കൊടുത്തത്. കാരണം നമ്മൾ മാസ്റ്റർ പറയുന്നത് പോലെ നമ്മൾ വണ്ടി എടുക്കുകയും ചെയ്താൽ ഒന്നും സംഭവിക്കുകയില്ല. അപ്പോൾ മാസ്റ്റർ പറയുന്നത് കേൾക്കായിട്ടാണ്. അപ്പോൾ ശ്രദ്ധ നന്നായിട്ട് വേണം, ഇല്ലെങ്കിൽ കമ്പി വീണുപോയാൽ നമ്മൾ പിന്നെ ഈ ഒരു ഇതിൽ നമ്മൾ ഫെയിലാവും. ഇതൊരു രസമാണ് കേട്ടോ. ട്രയലായതുകൊണ്ട് പിന്നെ കുഴപ്പമില്ലെന്ന് പറയാം. നമ്മൾ പറഞ്ഞാൽ ശ്രദ്ധ നമുക്ക് വേണം. അപ്പോൾ എല്ലാ ഭാഗത്തും ഉണ്ടാവും. ഇത് കമ്പി ഇപ്പോൾ ഒരാൾ കുത്തിയാടെ കോൺസെൻട്രേഷനാണ് നമുക്കുള്ളത്. തെറ്റിയാൽ പോയി ചെറുക്കിയ തമാശാക്കി എടുക്കരുത്. ചില ആളുകൾക്ക് ഇതൊക്കെ തമാശാക്കി എടുക്കും. അതുകൊണ്ട് ഒരു പൊട്ടുകയും ചെയ്യും. ഇത് സീരിയസ് ആയിട്ട് തന്നെ എടുക്കണം. നമുക്ക് വേണമെന്നുള്ള ചിന്തയിൽ തന്നെ എടുക്കണം. വണ്ടി എടുക്കുമ്പോൾ ഓടിക്കുമ്പോൾ ശ്രദ്ധിക്കുക. നല്ല കൂട്ടിയെടുത്തുക്കണല്ലോ. ചിലപ്പോൾ കമ്പിയും തട്ടാൻ സാധ്യത ഉണ്ട്. അങ്ങനെ കൂട്ടിയെടുത്താൽ ഇത് കറക്റ്റാണ്, കുഴപ്പമില്ല, തട്ടൂല. അത് വെച്ചാൽ ഫുള്ളടിച്ച് ലെവലാക്കിയാൽ റെഡിയായി. കുഴപ്പമില്ല ഗൈസ്, ആൾ ഉഷാറായിട്ടുണ്ട് ഈ ഒരു തവണ. ഇനി ഇടത്തോട്ട് നോക്കുക. വാളിപ്പോയി കണ്ടോ. പുള്ളിക്കാരനെന്താ ലോറി ഓടിക്കുന്ന ആളായിട്ടാണ്. അപ്പോൾ അവർ കെട്ടിയപ്പോഴെടുക്കുന്ന തമാശയായിട്ട്. നമുക്ക് സിമ്പിളാണെന്ന് പറ്റി അങ്ങനെ പുച്ഛിച്ചെടുത്താൽ അത് നഷ്ടം തന്നെയാണ്. ബസ് ഡ്രൈവർ ആയിരുന്നു, ലോറി ഓടിക്കുന്ന ആളാണ്. എനിക്കിത് സിമ്പിളാന്ന് പറഞ്ഞു തന്നാൽ നടക്കത്തില്ല. നമ്മളാക്കത് മാറ്റി വെക്കാം. കാരണം അത് സീരിയസ് ആയിട്ട് എടുക്കുക. ഉണ്ടോ കമ്പി ഇപ്പോഴും ഫാൾട്ട്. ആക്രാന്തം പിടിച്ച ഇല്ല അറിയുന്നുള്ള രീതിയിൽ അങ്ങനെ വണ്ടി എടുക്കുമ്പോൾ ഇങ്ങനെ സംഭവിക്കും. മാസ്റ്റർ കൃത്യമായി പറഞ്ഞു കൊടുക്കുന്നുണ്ട്.